എന്റെ കാർത്തികേ, ഇങ്ങോട്ടൊന്ന് വാ കാർത്തികേ. അതെ, മേക്കപ്പ് ഒക്കെ ചെയ്ത് വരുവാണോ? ഹാപ്പി ബർത്ത്ഡേ. ആരൊന്നും മനസ്സിലായോ? മനസ്സിലായോ? കൂടെ പഠിച്ച ഒരാൾ വന്ന് വിട്ടേക്കുന്നതാ. ആരാന്ന് പറ. നിരന്ന ആൾക്കാരൊക്കെ ഉണ്ട്, പറ. അവരുടെ എല്ലാം മുന്നേ വെച്ച് ഇപ്പൊ നാണം കെടാൻ പോവാ. ആരോടും പറയണ്ടല്ലോ. പറയാതറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ആലോചിച്ച് നോക്കി. കൂടെ പഠിച്ചതാ, പഠിക്കുന്നതാ. വേറെന്തേലും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരോടെങ്കിലും ഇഷ്ടമാണെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വീട്ടുകാർ നിൽക്കുന്നുണ്ട്, ഇങ്ങനെ മിണ്ടാതെ നിൽക്കുവാണ്. പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ ആളാണ് നമുക്കിപ്പോൾ തന്നു വിട്ടേക്കുന്നത്. എന്നാ ഉണ്ട്. ആ ആള് പറഞ്ഞു ഇന്ന് ബർത്ത്ഡേ ആണ്. നമ്മളോട് ഇങ്ങനെ പറഞ്ഞ കാർത്തിയുടെ ബർത്ത്ഡേ ആണ്. കാർത്തിക് അല്ലേ? കാർത്തിയുടെ ബർത്ത്ഡേ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു കേക്ക് കൊണ്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അതെന്നോട് പറയാൻ കാര്യം എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്റർ. അപ്പോൾ അവിടെ ചേച്ചിയോട് പറയാൻ പറ്റത്തില്ല. അതിനാ എന്നോട് പറഞ്ഞു കേട്ടോ, ചേച്ചി ഒന്ന് കൊണ്ട് കൊടുക്കണേന്നും പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി. ബർത്ത്ഡേയുടെ കാര്യം പറയണ്ടേ? ഇങ്ങനൊരു കാര്യം ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ? പറഞ്ഞെന്നാണല്ലോ പക്ഷെ നമ്മളോട് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ആ കേക്കൊന്ന് കൊടുത്ത് നോക്കി. കേക്കെല്ലാം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കേക്കെല്ലാം എഴുതിയത് വായിച്ചോ? വേറെ എവിടെയോ പോയിരിക്കുക. കിളി പോയി. പ്രതീക്ഷിച്ചായിരുന്നോ ഇങ്ങനൊരു ഗിഫ്റ്റ്? പറഞ്ഞായിരുന്നോ കൊടുത്തു വിടുമെന്ന്? എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നെന്ന്? ആകെപ്പാടെ എന്തോ പോയിരിക്കുക മൊത്തത്തില്. നേരത്തെ പറഞ്ഞിരുന്ന ഞാനൊന്ന് റെഡി ആയിട്ടിരുന്നേനെ അല്ലേ? നേരത്തെ പറഞ്ഞിരുന്ന ഞാനൊന്ന് റെഡി ആയിട്ട് നിന്നേനെ. അതെ, അപ്പൊ അങ്ങനെ ആരും ഇഷ്ടമൊന്നും പറഞ്ഞിട്ടില്ലല്ലേ? വീട്ടുകാർ നിൽക്കുന്നോണ്ട് ഉണ്ടാകാൻ നിൽക്കുന്ന മനസ്സിലായി. ബാംഗ്ലൂരുള്ള അപ്പ തന്നു വിട്ടതാ. അപ്പയുടെ എന്തെങ്കിലും പറയാനുണ്ടോ? താങ്ക് യു. അത്രേ ഉള്ളൂ. അത് ഇപ്പൊ തൽക്കാലം അത്രയും മതിയല്ലേ? അപ്പൊ ഹാപ്പി ബർത്ത്ഡേ.